ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. എൻ്റെ ഒരു സൺഡേയിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തായിട്ട് കുറച്ച് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടമ്മമാർക്ക് ഇടയ്ക്കൊരു മാനസിക ഉല്ലാസത്തിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഈ പച്ചക്കറി തോട്ടത്തിലൂടെ നടക്കുകയും നമ്മൾ നട്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാണുമ്പം നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറിയോ കാര്യങ്ങളോ ആവശ്യം വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു വിരുന്നുകാർ വന്നാലോ നമുക്കൊരു 2-3 കറികൾ തട്ടിക്കൂട്ടാനൊക്കെ ഇതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെ ഞാനിവിടെ ഒരു ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് പാഷൻ ഫ്രൂട്ട്. ഇതിൽ എനിക്ക് ആരെങ്കിലും വന്നാൽ ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കുന്നത് ഞാൻ ഈ പാഷൻ ഫ്രൂട്ട് കൊണ്ടാട്ടോ. എനിക്ക് ദിവസം 2-3 എണ്ണമൊക്കെ പാഷൻ ഫ്രൂട്ട് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് കൂടുതൽ പറിച്ചുകൊണ്ട് പോകും. നല്ല സ്വീറ്റാട്ടോ ഇത്, നല്ല മധുരമാണ്. നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് നിറച്ച് പൾപ്പാണ് കേട്ടോ, നല്ല വലിപ്പമുള്ളതുമാണേ. ഇപ്പോൾ കുറച്ച് പച്ചയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് പച്ചയാണ് പറിച്ചിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ വഴുതനങ്ങ കേട്ടോ. ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. നല്ല വലിപ്പമുണ്ട്, നിറച്ചുണ്ടാകും. എനിക്ക് പണ്ട് വഴുതനങ്ങ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, ആകെ തീയിൽ വെച്ചാൽ മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ അഹാന കൃഷ്ണയുടെ ചാനലിൽ ഓസി ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രിഞ്ചാൾ ഫ്രൈ കണ്ട ശേഷം ഇപ്പം അത് ഞാൻ എപ്പോഴും ഉണ്ടാക്കും. വളരെ ടേസ്റ്റുള്ള ഒന്നാണ്, ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഞാൻ കുറച്ച് കൂടുതൽ പറിച്ചു കേട്ടോ. ചേച്ചിയും ചേട്ടനും വരുന്നുണ്ട്, അവർക്കും കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് പച്ചമുളകുണ്ട്, അതെല്ലാം പറിച്ചെടുത്തു. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതിനകത്ത് നല്ല ചുമല കളറിലിരിക്കുന്നതൊക്കെ ഞാൻ പിന്നീട് അരിവാകി വീണ്ടും മുളപ്പിക്കും കേട്ടോ. പിന്നെ ഇത് തക്കാളിയാണ്. ഞാൻ നട്ടതിലിപ്പോൾ ശരിയായി വരാത്ത ഇപ്പോൾ തക്കാളിയാണ്. മഴ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് കേടായിപ്പോകും. ഈ പച്ചക്കറി എല്ലാം ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ ജോലികളുണ്ട് കേട്ടോ. എല്ലാ സൺഡേയും അച്ഛൻ കുറേ നോൺ വെജ് സാധനങ്ങൾ വാങ്ങിക്കും. ഇന്ന് ഫുള്ള് മീനിൻ്റെ ഐറ്റംസ് ആട്ടോ. ഒരുപാട് മീനുകളുണ്ട്. ഞാൻ തോട്ടത്തിൽ പോയിരിക്കുകയാണ്. പാറുവാണ് എനിക്ക് വെള്ളമൊക്കെ കൊണ്ടു തരുന്നത് കേട്ടോ, മീൻ കഴുകാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ന് പലതരത്തിലുള്ള മീനായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ടുള്ളത് ഒരു വലിയ ദശയുള്ള മീനാട്ടോ. എനിക്കിതിൻ്റെ പേരറിയില്ല. 2 തലയും ഉണ്ട്. തലക്കറിയും വെക്കാം, ബാക്കി വറക്കാം എന്ന് വിചാരിച്ചു. പിന്നെയുള്ളത് കണ്ണയിലയാട്ടോ. കണ്ണയില ഞാൻ ഇച്ചിരി മുളകിടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ കൊഴുവ ആണുള്ളത്. കൊഴുവയാണെങ്കിൽ പീര വെക്കാനാണ് എനിക്കിഷ്ടം. കൊഴുവ കറി വെക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് പീര വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെയുള്ളത് മീൻമുട്ടയാണ്. കാണുമ്പോൾ എന്താ പോലെ തോന്നുമെങ്കിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. പിന്നെയുള്ളത് ഒരു കഠിനമായ സംഭവമാണ്, കക്കായിറച്ചി. ഇത് കിള്ളുക എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ടൈം നമുക്ക് പോക്കാണ്. പിന്നെ രുചിയുള്ളത് കൊണ്ട് കുറച്ച് കഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇന്ന് കക്കയിറച്ചി കിള്ളുന്ന ഡ്യൂട്ടി എനിക്കായതുകൊണ്ട് മീനുകളെല്ലാം ഞാൻ അമ്മയെ ഏൽപ്പിച്ചു. എൻ്റെ കുഞ്ഞാണ് കേട്ടോ എന്നെ സഹായിക്കാൻ വെള്ളമൊക്കെ എനിക്ക് ഒഴിച്ചു തരുന്നത്. ഞാൻ കക്കയിറച്ചി കിള്ളാൻ സ്റ്റാർട്ട് ചെയ്തു. മീനുകളെല്ലാം അമ്മയെ ഏൽപ്പിച്ച് അമ്മ കിച്ചണിലോട്ട് പോയി. ഞാനപ്പം ഈ ഡ്യൂട്ടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഓരോന്ന് വീതം കിള്ളണം കേട്ടോ. ഓരോ കക്ക എടുത്ത് ഞെക്കി അതിൻ്റെ വേസ്റ്റ് കളയണം. ഇതൊരു നമുക്കൊരു കുറേ സമയം എടുത്ത് മടുപ്പിക്കുന്ന ഒരു ജോലിയാണേ. പിന്നെ ഈ കക്ക നമ്മളിതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വാഷ് ചെയ്യും തോറും വെള്ള കളറിലുള്ള ഒരു വെള്ളമായിട്ട് വരും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരാണ് വിചാരിക്കുന്നത് എന്താ കഴുകിയിട്ടും എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനിതൊക്കെ സ്പീഡ് ചെയ്യുന്നത്, എനിക്കിതെല്ലാം ചെയ്തിട്ട് ഇന്ന് തോട്ടിൽ പോയി നീന്താനുള്ളതാണ്. കാരണം ഞാനിപ്പോൾ നീന്തൽ പഠിക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും നീന്താൻ അറിയില്ല. അതുകൊണ്ടിപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം വന്നതുകൊണ്ട് ഞാൻ ഞായറാഴ്ചകളിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഹസ്ബൻഡുമായിട്ട് പോകും. എന്നിട്ട് അധികം വെള്ളമൊന്നുമില്ല, ഇങ്ങനെ മുങ്ങിത്താഴും. കുറേ ആ വെള്ളമെല്ലാം കുടിക്കേണ്ടി വരും. നേരെ നീന്താനും അറിയില്ല, മലന്ന് നീന്താനും അറിയില്ല. എങ്കിലും ഞാനൊരു നീന്തലിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 മാസം കൊണ്ട് റെഡിയാകുമായിരിക്കും. പിന്നെ ചേച്ചിയും ചേട്ടനും എല്ലാം കൂട്ടി ഞങ്ങളൊരു 7 മണിയായപ്പോഴത്തേനും തട്ടുകടയിൽ പോയി. ഞങ്ങളിന്ന് തട്ടുകടയിൽ നിന്നാട്ടോ ഭക്ഷണം. ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ വന്നു, ഞങ്ങൾ കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഇത്രയേ ഉള്ളൂ. താങ്ക്